ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി 2 വർഷം മുമ്പുള്ള അഭിനയ രീതി ആയിരിക്കില്ല 2 വർഷം കഴിഞ്ഞ് ഇപ്പം ഞാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാറുന്നില്ലേ തോന്നുന്നു. സ്വാഭാവികമായിട്ടും എനിക്കൊന്നാമത് ഡയറക്ടേഴ്സിനായാലും തോന്നുമല്ലോ അവരൊരു സിനിമ എടുത്തു കഴിയുമ്പോൾ അത് നന്നാക്കണം എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ തോന്നിയില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാവും. അതല്ല കണ്ടിന്യൂറ്റി അതാ പറഞ്ഞു, അതെനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കണ്ടിന്യൂറ്റി ഞാൻ മുടക്കാറുണ്ട്. പിന്നെ മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് കവർ ചെയ്യാനും അങ്ങനെ ഡബിങ് സിംഗിൾ കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡബ് ചെയ്യും. എനിക്കിപ്പോൾ അത് ഡബിങ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പോഴും കാണാൻ പറ്റിയില്ല സീൻസ് ഒന്നും. പിന്നെ ഇപ്പം എന്താ പുതിയ മൂവീസ് എന്തെങ്കിലും കമ്മിറ്റ് ആയോ? ഞാനിപ്പോൾ നാളെ ഒരു തിയേറ്റർ പ്രോജക്റ്റുമായിട്ട് ഡൽഹിക്ക് പോവാണ്. അവിടെ എനിക്ക് ഷോ ഉണ്ട്. മൂവി ചെയ്യുന്നില്ല, തിയേറ്റർ മാത്രമേ ഉള്ളൂ? ഇല്ല, രണ്ടും ഇങ്ങനെ കൊണ്ടുപോകണമല്ലോ. തിയേറ്റർ എനിക്ക് തിയേറ്റർ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ശരി, എന്നാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ശരൺ ഫീഡ് ചെയ്ത് തന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റും ഭയങ്കര വെൽ റിട്ടൺ ആയിട്ട്. ഒരുപാട് അങ്ങനെ റെഫറൻസ് ഒന്നും വേണ്ടി വന്നില്ല. ഡയറക്ടർ UK കിട്ടാണോ? എന്തായാലും അല്ല അല്ലേ? അല്ല, അതിന് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മീറ്റർ പോകുന്നേ, എന്താ പറയുക, ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഭയങ്കര വ്യക്തമായിട്ട് സംസാരിക്കുന്നു. അത് എത്രത്തോളം അത് മീൻസ് ആളുടെ ഒരു റിയൽ ലൈഫ് ഇതുമായിട്ട് എത്രത്തോളം മാച്ചിങ് ആയിട്ട്? ഇല്ല, അത് പറയുന്ന പോലെ ഒന്നും തോന്നില്ല. അത് മേ ബി കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ശരൺ ചുറ്റും കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് പേഴ്സണൽ സ്റ്റോറിയാണെന്ന് ഇപ്പോൾ നിങ്ങളെയൊക്കെ തോന്നിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിജയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഡെബ്യൂ ഡയറക്ടർ ഇത്രയും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് വർക്കൊക്കെ ഭയങ്കര. ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ടപ്പേ എന്നാണ് ഷൂട്ട് പോയത്. അപ്പോൾ ഇനി അടുത്ത ശരണിൻ്റെ പടം വെയിറ്റ് ആൻഡ് വാച്ച്. അതുപോലെ ഈ സ്പോട്ട് ഡബിങ് ആയിരുന്നല്ലോ സിനിമയിൽ, അത് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് കാണുമ്പോൾ ഫീൽ ചെയ്തത്. എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ റിക്വയർസ് കുറേ കൂടി എഫേർട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സെറ്റിംഗ് ആയാലും ഇപ്പോൾ JD ജയദേവ്, അപ്പം JD ഇതിൽ പണിയെടുത്തിട്ടുള്ളത് ആൾക്കാർക്ക് നന്നായി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു കൂടുതൽ തോമസിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ. കാരണം ഇതിൻ്റെ പോസ്റ്റേഴ്സിൽ ഇതിന് പുറത്തുവിട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മെയിൻ ലീഡ് ആക്ടേഴ്സ്, ക്യാരക്ടർ ആക്ടേഴ്സ്. പക്ഷേ കണ്ടിറങ്ങിയപ്പോൾ ശരിക്കും ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു. നിങ്ങളുടെ ഒരു പിന്നെ ലൈൻ ഓഫ് ആ ഒരു ലൈൻ കൂടി കാണിക്കുന്നുണ്ടല്ലോ, പുതിയ ജനറേഷൻ്റെ ആ ഒരു ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അത് തികച്ചും ഈ സിനിമയിൽ ഒരു പ്ലസ് പോയിന്റ് അതാണെന്ന് പറയാം. എങ്ങനെ ഫീൽ ചെയ്യുന്നു അത് കേൾക്കുമ്പോൾ? ഇല്ല, ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പം എല്ലാവരുടെയും ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഇമോഷൻസ് എല്ലാം കടന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പം ഒരു അല്ല ഒന്നുമില്ല, ഒരു റിപ്പിൾ എഫക്റ്റ് പോലെ ഇങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ എക്സ്ചേഞ്ച് ആയി പോകുന്ന പോലെ ഇമോഷൻസ്. അപ്പോൾ അതിനെല്ലാവരും വേണമല്ലോ, അതുകൊണ്ട് ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്നേ തോന്നിയുള്ളൂ. സിനിമ കാണാനുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അവരെന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? എനിക്ക് ഈ സിനിമയോട് തോന്നിയ ഒരു ഇഷ്ടവും സ്നേഹവും ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഇന്നിപ്പോൾ കാണുമ്പോഴും ഒക്കെ തോന്നിയ ഒരു സാധനം ആൾക്കാർക്ക് കിട്ടട്ടെ എന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊന്ന് അറിഞ്ഞ് ഇത് കണ്ടാലേ, കണ്ടിട്ട് പിന്നെ ഇഷ്ടമായില്ലെങ്കിലും എന്നെ അറിയിക്കണം എന്നെനിക്ക് ആഗ്രഹമുള്ളത്. ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.